ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഇതിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോൾ രാവിലെ കടയിലേക്ക് വന്നതായിരുന്നു. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സും വാങ്ങിക്കണം, പിന്നെ മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടയിൽ വന്നതാട്ടാ. അപ്പോൾ ഇവിടെ ഇത്രയധികം ഫ്ലവേഴ്സ് ഇന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്, ഫ്രഷ് ഫ്ലവേഴ്സ്. ഇതിൽ ഈ ഒരു ഇതിൻ്റെ തന്നെ എനിക്കിതിൻ്റെ പേരറിയില്ല. ഈ ഒരു പൂവിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. കുറേ അധികം കളേഴ്സ് ഉണ്ട്. റെഡും യെല്ലോയും പിങ്കും പിന്നെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നതും അങ്ങനെ ഒരുപാട് കളേഴ്സ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല രസമില്ലേ അത് കാണാനായിട്ട്? അപ്പോൾ ഫ്ലവേഴ്സും ഫിഷും എല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പൂക്കളിൽ ഈ 2 കളേഴ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു ഡാർക്ക് പേർപ്പിളിൽ പിന്നെ വെള്ള മിക്സ് വരുന്നതും പിന്നെ വെള്ള മാത്രമായിട്ടുള്ളതും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ ഒരു റോസ്മറീൻ്റെ ഈ ഒരു പ്ലാന്റ് കൂടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് മുമ്പുണ്ടായിരുന്നത് ഉണങ്ങിപ്പോയിട്ടാ, അത് ചീത്തയായിപ്പോയി. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരെണ്ണം വാങ്ങിച്ചു. ഇത് ഞാൻ കിച്ചൻ്റെ ആ സൈഡിലുള്ള ബാൽക്കണിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാനിത് സ്ഥിരമായിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവാറുണ്ട് മിക്കപ്പോഴും. അപ്പോൾ ഇത് ഇങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക, നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ നിന്ന് ഓരോ സ്റ്റെംസ് കട്ട് ചെയ്തെടുക്കാമല്ലോ പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോഴൊക്കെ. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള റോസ്മറീൻ്റെ ലീവ്സും യൂസ് ചെയ്യലുണ്ട്. പക്ഷേ ഫ്രഷ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ കണ്ടേരും ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു ചെടിയും കൂടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ല, ഇതിനിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അതുമുള്ള ആ ഒരു കവറൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെയും വെക്കാം. ഞാനിപ്പോൾ ഇതൊരു വേറൊരു പോട്ടിലേക്ക് ഇട്ടിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു പൂ കാണാൻ നല്ല ഭംഗിയില്ലേ? പൂവിൻ്റെ ഈ ഒരു പെറ്റൽസൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൂവ് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, മറന്നു പോയതാ. എന്തോ ഒരു ചെറിയ ഓർമ്മയുണ്ട്, പക്ഷെ കിട്ടണില്ല. അപ്പോൾ ഈ ഒരു പൂവ് നമ്മൾ ഞാൻ മുന്നേയൊക്കെ കാണിച്ചിട്ടില്ലേ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, അപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ ദിവസം ഈ പൂ ഇരിക്കും കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം. അത് കുറച്ച് ഈ ഒരു പൂ കൂടുതൽ ദിവസം ഈ ഒരു എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൂവ് കൂടുതൽ ദിവസം ഇരിക്കും കേട്ടോ. ഞാനിങ്ങനെ മിക്കപ്പോഴും ഈ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് വീട്ടിൽ വെക്കലുണ്ട് കേട്ടോ. എന്താ ഇങ്ങനെ പൂക്കളുള്ള ചെടികളൊന്നും വളർത്തിയെടുക്കാനായിട്ട് എനിക്ക് അധികം ഓപ്ഷനൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള എനിക്കിങ്ങനെ പൂക്കൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ വാങ്ങിച്ച് വെക്കലുണ്ട് കേട്ടോ മിക്കപ്പോഴും. ഈ ഒരു പൂ ഒരു 2 ആഴ്ചയെല്ലാം നല്ലോണം വാടാണ്ടിരിക്കും. പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഒക്കെ അതിങ്ങനെ അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ പൊട്ടയാവാൻ തുടങ്ങുള്ളൂ. അതുവരെ എന്തായാലും വെള്ളം നമ്മളിങ്ങനെ ഇടയ്ക്ക് മാറ്റി കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എൻ്റെ മൂഡൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ എനിക്കങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യില്ലേ, കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ പൂക്കളൊക്കെ കിച്ചണിൽ വെക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കാണില്ലേ, എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, എനിക്കൊരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മൂഡ് ഫീൽ ചെയ്യും കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ആകെ വിഷമമുള്ളത് ഇത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഇത് വാടിപ്പോകുമല്ലോ. ഇത് വാടിപ്പോകുമ്പോൾ അത് കാണുമ്പോൾ ഞാൻ മിക്കപ്പോഴും വിചാരിക്കും വാങ്ങിക്കേണ്ടായിരുന്നു. കാര്യം അത്രയും ഭംഗിയിൽ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വാടിപ്പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ഫീലാട്ടാ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്? ഇത് ആ പേർപ്പിള് പോലെയുള്ള ഡാർക്ക് കളേഴ്സ് മാത്രം വെക്കുകയാണെങ്കിൽ ഒരു ഇരുളിച്ച പോലെ തോന്നും കേട്ടോ, ഒരു ഇരുണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് വെള്ള കളറിലെ പൂവും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഡാർക്കും ലൈറ്റും ഷെയ്ഡ്സ് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല രസമാണ് അത് കാണാനായിട്ട്, ഒരു ബ്രൈറ്റ് ഫീല് വരും. അപ്പോൾ റോസ്മറീൻ്റെ പ്ലാന്റും ഒരു പോട്ടിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, പൂക്കളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിത് കിച്ചണിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. പിന്നീട് എനിക്കിത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കാമെന്ന് തോന്നിയിട്ട് അങ്ങനെ കൊണ്ട് വെക്കാട്ടോ ചെയ്തിട്ടുണ്ടായത്.
ഇനിയിപ്പോൾ ഉച്ചക്കിലേക്കുള്ള കുക്കിംഗ് ആട്ടാ. അപ്പോൾ മുരിങ്ങേൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കണം എന്ന് കരുതുന്നുണ്ട്. അത് ഇന്നലെ കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇല ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനാണല്ലോ ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഞാനതിങ്ങനെ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്നലെ അല്ല കേട്ടാ, 2 ദിവസം മുന്നേ കിട്ടിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് ഇതുപോലെ സിപ്ലോക്കിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊരു സാലഡ് സ്പിന്നറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് സ്പിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ പോയി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാലഡ് സ്പിന്നറിലേക്ക് മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം അതിലേക്ക് വേണ്ടുന്ന ആ ഒരു തേങ്ങേൻ്റെ കൂട്ടില്ലേ അതൊന്ന് ചതച്ചെടുക്കുകയാണ്. ഈ ഒരു കല്ലുമ്മ വെച്ചിട്ട് തേങ്ങയും ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടാ പച്ചമുളക് പറഞ്ഞൂലേ, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടിയിട്ടാ ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഞാൻ പലപ്പോഴും പലതരത്തിലൊക്കെ ആയിട്ടത് വെക്കുക. ചില സമയത്ത് ഇത് വെളുത്തുള്ളി ഒന്നും ചേർക്കില്ല, ചില സമയത്ത് വെളുത്തുള്ളി ചേർക്കും, അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ഇതുമ്മലേക്ക് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുരിങ്ങേൻ്റെ ഇല നന്നായിട്ട് 1-2 വട്ടം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഈസി ആട്ടാ. ഈ ഒരു സ്പിന്നറിൽ ഇട്ടിട്ട് സ്പിൻ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. ഇല്ലെങ്കിൽ ഇതുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ ഉപ്പേരി ഉണ്ടാക്കാനിടുമ്പോൾ അത് ഇങ്ങനെ തെറിക്കില്ലേ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും, മറ്റേ ഇങ്ങനെ കുഴഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് മുരിങ്ങേൻ്റെ ഇല ഇങ്ങനെയാട്ടാ ഉണക്കിയെടുക്കുക, ഡ്രൈ എന്താ പറയുക, വെള്ളം കളഞ്ഞിട്ട് എടുക്കുക കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ പാൻ ചൂടായപ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് സാധാരണ ചെയ്യണ പോലെ തന്നെ കടുക് പൊട്ടിച്ചെടുക്കും കേട്ടോ. അതിനുശേഷം ആ ഒരു തേങ്ങേൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ചേർത്ത് കൊടുത്ത് ആദ്യം ഒന്ന് ഫ്രൈ ഒന്നും വെക്കില്ല, ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ അതുമ്മേലേക്ക് ഇതിൻ്റെ ഇലകൾ മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യൽ. എല്ലാവരും ഇങ്ങനെ തന്നെ ആവുമല്ലേ ചെയ്യുക. ഞാനത് വീഡിയോ എടുത്ത സമയത്ത് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഞാനുണ്ടല്ലോ ഇന്നിപ്പോൾ ഇത് കുക്ക് ചെയ്ത സമയത്ത് അങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടില്ല. അടച്ചു വെച്ചിട്ടൊക്കെ ഞാൻ കുക്ക് ചെയ്യലൊക്കെ ഉണ്ട്, പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചിട്ട് ഇളക്കി അങ്ങനെ കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെയൊന്ന് എന്താ പറയുക കുക്ക് ചെയ്തെടുക്കുക ചെയ്തിട്ടുണ്ടായത് കേട്ടോ. ഈ മുരിങ്ങേൻ്റെ ഇല പിന്നെ രാവിലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്മീനില്ലേ അതിൻ്റെ പീസുകളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ പീസുകളൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇപ്പുറത്തെ ഈ ഒരു ബേണറിൽ കുറച്ച് മോരൊഴിച്ചു കൂട്ടാനില്ലേ, പുളിശ്ശേരി എന്നും എല്ലാം പറയുമല്ലോ അതിന്. അപ്പോൾ ആ ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഫ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കില്ലേ, മീൻ ചിക്കൻ ഇങ്ങനെയുള്ള ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ മോര് കറി പുളിശ്ശേരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർ ഫ്രഷ് ആയിട്ടുള്ള തൈര് കഴിക്കില്ലേ, അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ ഞാൻ തൈര് കഴിക്കലില്ല കേട്ടോ. ഞാൻ
ചെറുതായിരിക്കുമ്പോൾ തൊട്ടേ ഞാൻ തൈര് കഴിക്കലില്ല. പക്ഷേ അതിങ്ങനെ ഇങ്ങനെ പുളിശ്ശേരിയും ഒഴിച്ചുകൂട്ടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയാൽ എനിക്കിഷ്ടമാണ്. പക്ഷേ ആ പ്ലെയിൻ ആയിട്ടുള്ള യോഗട്ട് ഞാൻ കഴിക്കലില്ല, തൈര് ഞാൻ കഴിക്കലില്ല. എനിക്കതിൻ്റെ ആ ഒരു മണവും ഒന്നും ഇഷ്ടമല്ലാത്ത കാരണം ആദ്യം തൊട്ടേ അങ്ങനെ കഴിക്കാണ്ടായിട്ട് പിന്നെ അത് കഴിക്കൽ തീരെ ഇല്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഇതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മീൻ ഫ്രൈയും പുളിശ്ശേരിയും പിന്നെ മുരിങ്ങേൻ്റെ ഇലേൻ്റെ ഉപ്പേരിയും ഇട്ടാ അതാട്ടാ ഇന്നത്തെ ലഞ്ചിനുള്ളത്. അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. കുറച്ച് ബിസി ആയിപ്പോയതുകൊണ്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. താങ്ക് യു. ബൈ.